ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്ത. 9കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 61കാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ഇളമാട് AKG ജംഗ്ഷനിൽ ആനന്ദ സദനത്തിൽ രാധാകൃഷ്ണൻ. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രം റവന്യൂ വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കി. ക്ഷേത്രം പൊളിച്ചത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന്. വിമുക്ത ഭടന്റെ അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി. പാതിരിക്കൽ സ്വദേശി ചെല്ലപ്പൻ നായരുടെ SBI അക്കൌണ്ടിൽ നിന്നും നഷ്ടമായത് 42,000 രൂപ. വാർത്തകൾ വിശദമായി. 9കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 61കാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളമാട് AKG ജംഗ്ഷനിൽ ആനന്ദ സദനത്തിൽ രാധാകൃഷ്ണനാണ് പിടിയിലായത്. ഇളമാട് സ്വദേശിനിയായ 9കാരിയെ പീഡിപ്പിച്ച കേസിലാണ് AKG ജംഗ്ഷനിൽ ആനന്ദ സദനത്തിൽ രാധാകൃഷ്ണൻ എന്ന 61കാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ അയൽവാസിയും അകന്ന ബന്ധുവുമായ ഇയാൾ അടുത്തിടെ 2 ദിവസങ്ങളിലായി പെൺകുട്ടിയെ ഇയാളുടെ വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അത്രേ. പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചടയമംഗലം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കടയ്ക്കൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 10ഓളം അബ്കാരി കേസിലെ പ്രതിയാണ് പിടിയിലായ രാധാകൃഷ്ണൻ. കടയ്ക്കൽ CI S സാനിയുടെ നിർദ്ദേശപ്രകാരം ചടയമംഗലം SI സജു എസ് ദാസും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ലൈവ് വാർത്ത ചടയമംഗലം. നരിക്കൽ വാഴവടിയിൽ സ്വകാര്യ വ്യക്തി നടത്തിവരുന്ന കുഴൽക്കിണർ നിർമ്മാണം റവന്യൂ അധികൃതർ താൽക്കാലികമായി തടഞ്ഞു. പരിസരവാസികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നരിക്കൽ വാഴവിള കനാൽ റോഡരികിലാണ് സ്വകാര്യ വ്യക്തി വീട്ടുപറമ്പിൽ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചിരുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്ത് വന്നു. കുഴൽക്കിണർ നിർമ്മിക്കുന്നത് തങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന്റെ അളവ് താഴാൻ കാരണമാകുമെന്നായിരുന്നു പ്രദേശവാസികളുടെ വാദം. കുഴൽക്കിണർ നിർമ്മാണവും പ്രതിഷേധവുമെല്ലാം കഴിഞ്ഞ ദിവസം ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച റവന്യൂ അധികൃതർ എത്തി കുഴൽക്കിണർ നിർമ്മിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചത്. പുനലൂർ തഹസിൽദാർ ശശികുമാറിന്റെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികൃതർ എത്തിയായിരുന്നു കുഴൽക്കിണറിന്റെ നിർമ്മാണം നിർത്തിവെപ്പിച്ചത്. ഭൂഗർഭ ജല അതോറിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും അനുമതി ലഭിച്ചതിനാലാണ് കുഴൽക്കിണർ നിർമ്മിക്കുന്നതെന്ന് കുഴൽക്കിണർ നിർമ്മിക്കുന്ന സ്വകാര്യ വ്യക്തിയും വാദമുന്നയിച്ചിരുന്നു. എന്നാൽ പ്രദേശവാസികളുടെ പ്രതിഷേധവും പരാതിയും റവന്യൂ വകുപ്പ് അനുഭാവപൂർവ്വം പരിഗണിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഴൽക്കിണർ നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞത്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യമില്ല. RSP പ്രാദേശിക നേതാവ് S രജിരാജ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ഏപ്രിൽ 27 രാത്രിയാണ് പുനലൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ രാജേഷ്, സുജിത്ത് എന്നിവർക്ക് വെട്ടേറ്റത്. അടുത്ത ദിവസം തന്നെ RSP പ്രാദേശിക നേതാവ് S രജിരാജ് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രജിരാജിന് പുറമെ അലൻ JP ജോൺ, ഷെഫീഖ്, ലിജോമോൻ, റഫീഖ്, നിസാം എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി കോടതി നീട്ടുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രതികളെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ജൂൺ 9 വരെ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി. ലൈവ് വാർത്ത പുനലൂർ. തലവൂർ ഗ്രാമപഞ്ചായത്ത് 2017-18 വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. ജില്ലയിൽ വാർഷിക പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച ഏക പഞ്ചായത്താണ് തലവൂർ ഗ്രാമപഞ്ചായത്ത്. ജില്ലയിൽ 68 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിക്ക് മാത്രമാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8,84,37,213 രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. 227 പദ്ധതികൾക്കായാണ് ഇത്രയും തുക ചിലവഴിക്കുക. അടിസ്ഥാന മേഖലയിലും പശ്ചാത്തല മേഖലയിലും ഒരുപോലെ വികസനം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ചിരുന്നത്. ലൈവ് വാർത്ത പത്തനാപുരം. കുളത്തൂപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാജ ചാരായ നിർമ്മാണവും വിൽപ്പനയും വ്യാപകമായി. വ്യാജ ചാരായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാജ ചാരായ നിർമ്മാണവും വിൽപ്പനയും വ്യാപകമാകുന്നതായാണ് പരാതി. കഴിഞ്ഞ ദിവസം വ്യാജ ചാരായം നിർമ്മിച്ച 3 പേരെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ആമക്കുളം സ്വദേശി പോൾ മാത്യു, ESM കോളനി ബ്ലോക്ക് നമ്പർ 38 സന്തോഷ്, വലിയേല സജീവ് മന്ദിരത്തിൽ സജി എന്നിവർക്കെതിരെയാണ് കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തത്.
പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ നാടൻതോക്കും വാറ്റുപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ചാരായം കുടിക്കാനായി പ്രദേശത്തെത്തിയ ചിലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ഇവരെ വിട്ടയച്ചു. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ വ്യാജ ചാരായ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും ഏറെ സൗകര്യമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും പരാതി ഉയരുന്നുണ്ട്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രം റവന്യൂ വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ക്ഷേത്രം പൊളിച്ചു നീക്കിയത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പുനലൂർ പോലീസിന്റെ സഹായത്തോടെ ക്ഷേത്രം പൊളിച്ചു നീക്കിയത്. പ്രദേശത്ത് കളിസ്ഥലമായി ഉപയോഗിച്ചിരുന്ന ഭാഗം അനധികൃതമായി കൈയേറി ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പരാതി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ പുനലൂർ SI വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ബറ്റാലിയൻ ആംഡ് പോലീസ് എത്തിയാണ് താൽക്കാലിക ക്ഷേത്രം പൊളിച്ചു നീക്കാൻ തുടങ്ങിയത്. പത്തനാപുരം തഹസീൽദാർ ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിച്ചത്. ക്ഷേത്രം പൊളിച്ചു നീക്കിയ ശേഷം സാധന സാമഗ്രികൾ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ കോളനി നിവാസികൾ വാഹനം തടഞ്ഞു. തുടർന്ന് പോലീസുമായി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. തങ്ങൾ സർക്കാർ വക സ്ഥലം കയ്യേറിയില്ലെന്നും ഒരു വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചുവെന്നും ആ വ്യക്തി പരാതി നൽകിയിട്ടില്ലെന്നും കോളനി നിവാസികൾ പറഞ്ഞു. നമ്മുടെ സ്വയം ബുദ്ധിയിൽ ഞങ്ങൾ ചെറിയൊരു അമ്പലം പണിയാനായിട്ട് എല്ലാം റെഡിയാക്കി ചെറിയൊരു ഷെഡും വെച്ച് അത് നാളെ ഞങ്ങൾ ശിലാസ്ഥാപനം തുടങ്ങാതെ ഉദ്ഘാടനം നടത്താൻ ഇരുന്നിരുന്നു. ആ സമയത്തിനായി പോലീസ് വന്ന് ഈ ഷെഡെല്ലാം വലിച്ചു പൊളിച്ച് ഇവിടെ വെക്കാക്കൊത്തിലെന്ന് റവന്യൂ വകുപ്പും എല്ലാം വന്ന് വെക്കാക്കൊത്തിലെന്ന് പറഞ്ഞ് ഷെഡ് വലിച്ചു പൊളിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾക്ക് വലിയൊരു വേദനയാണ്. കോളനിക്കാരുടെ എല്ലാവരുടെ തീരുമാനമായിരുന്നു ഇവിടെ. കോളനിക്കാർ എല്ലാവർക്കും എല്ലാവരും പിരിവിട്ട് എല്ലാവരും കാശ് ചെലവാക്കി ചെയ്തതായിരുന്നു. ഈ സ്ഥലം റവന്യൂ സ്ഥലമാണോ? ഇത് ഒരു വ്യക്തിക്ക് കൊടുത്ത സ്ഥലം, ആ വ്യക്തി വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ സ്ഥലം പിന്നെ കളിസ്ഥലമായിട്ട് എടുത്തതാ. അത് സർക്കാർ നിയമിച്ചല്ല, കോളനിക്കാർ തന്നെ കളിസ്ഥലം വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെട്ടു. അവര് നമുക്ക് അതിനായിട്ട് ഒഴിച്ചിട്ടു. നിലവിൽ ഇതിന്റെ ഉടനുണ്ട്. അത് പ്രമാണം കിട്ടിയിട്ടില്ല. പട്ടയം കൈവശരേഖ മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളായിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur.
കോഴിയിറച്ചിക്ക് വില കുതിച്ചുയരുന്നു. കിലോയ്ക്ക് 240 രൂപയാണ് വെള്ളിയാഴ്ചത്തെ കമ്പോള വില. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് കോഴിയിറച്ചിക്ക് വില ഘട്ടം ഘട്ടമായി ഉയരുന്നതാണ് കമ്പോളത്തിൽ ദൃശ്യമാകുന്നത്. കോഴിയിറച്ചി കിലോയ്ക്ക് 240 രൂപയാണ് വെള്ളിയാഴ്ചത്തെ കമ്പോള വില. 2 ആഴ്ച കൊണ്ട് ഏകദേശം 90 രൂപയോളം വില വർദ്ധിച്ചു. ഫാമുകളിൽ കോഴിക്ക് വില ക്രമാതീതമായി ഉയർന്നതാണ് ഇറച്ചിയുടെ വിലവർദ്ധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. എന്നാൽ ഈ വിലവർദ്ധനവൊന്നും വ്യാപാരത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളിലെ ഒഴിവാക്കാൻ കഴിയാത്ത വിഭവമാണ് കോഴിയിറച്ചി. കോഴിയിറച്ചിയുടെ ഇത്തരത്തിലുള്ള വിലവർദ്ധനവ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കാരണമാകും. കോഴിയിറച്ചിക്ക് വില വർദ്ധിക്കുന്നതിനോടൊപ്പം മീനിനും വില വർദ്ധിക്കുന്നുണ്ട്. മത്സ്യ മാംസാദികളുടെ ഈ വിലവർദ്ധനവ് മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചേക്കും. ലൈവ് വാർത്ത, പുനലൂർ. കേരള NGO അസോസിയേഷൻ പുനലൂർ ബ്രാഞ്ചിന്റെ 43ാം വാർഷിക സമ്മേളനം പുനലൂർ NSS ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി AM ജാഫർ ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 9:30 പതാക ഉയർത്തലോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബ്രാഞ്ച് പ്രസിഡന്റ് റോണി C. അലക്സാണ്ടർ സമ്മേളനത്തിൽ അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് പാലോട് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി AM ജാഫർ ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒത്തിരി സർവീസ് സംഘടനകളുണ്ട്. നമുക്ക് മുമ്പേ വന്ന NGO യൂണിയനും നമ്മളൊക്കെ നമ്മുടെ മുൻകാല നേതാക്കൾ ഉൾപ്പെടെ താല്പര്യമെടുത്ത് രൂപീകരിച്ച ജോയിന്റ് കൗൺസിലും അവരൊക്കെ വഴിവിട്ട് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 74-ൽ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി എന്നാൽ ജനാധിപത്യ ബോധത്തോടുകൂടി ആര് ഭരിച്ചാലും ആരധികാരത്തിലിരുന്നാലും അവകാശത്തിന് സമരം ചെയ്യുമെന്നും അധികാരവർഗത്തിന്റെ കൊടിയുടെ നിറം നോക്കില്ല എന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് രൂപീകരിച്ച കേരള NGO അസോസിയേഷൻ ആണ് മനസ്സുകൊണ്ട് കേരളത്തിലെ ജീവനക്കാർ ഉൾക്കൊണ്ടിട്ടുള്ള ഏകവസ്ഥ. ജില്ലാ പ്രസിഡന്റ് B. രാമാനുജൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ B. സുരേന്ദ്രൻ നായർ, MG ഷാ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ N. ബാബു, H. നിസാം, ടോംസൺ ചാക്കോ, സൈജു KL നായർ, MG രഞ്ജിത്ത്, ബോബി E. ചെറിയാൻ, ശ്രീകുമാർ, നജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നെല്ലിപ്പള്ളി കല്ലാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി വിജയൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി കായംകുളം പുല്ലുകുളങ്ങര പാലക്കോട്ടില്ലത്തെ വിജയൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഭാഗവത പാരായണവും നടന്നു. പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് 100 പാലും പൂജയും മറ്റു വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്കായി ഉച്ചയ്ക്ക് അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലമുറകളുടെ ഗുരുനാഥയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഗ്രേസി ടീച്ചറുടെ അന്ത്യയാത്രാ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ മുൻ അധ്യാപികയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ പ്രവർത്തകയുമായിരുന്ന പിറവന്തൂർ പേൾ പാലസിൽ ഗ്രേസി ടീച്ചറുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വാഴത്തോപ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു. പിറവന്തൂർ പൂവണ്ണുമൂട്ടിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആത്മീയ രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെയും നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഒരു നിറസാന്നിധ്യവുമായിരുന്നു. മഹിളകളുടെ ഉന്നമനത്തിനു വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായി വന്ന് അതിന്റെ ജില്ലാ ഭാരവാഹിയായ ഗ്രേസ് ടീച്ചർ ഇന്നിപ്പോൾ നമ്മെ വിട്ടുപിരിയുമ്പോൾ ഈ നാടിന് തീർച്ചയായും ഒരു തീരാ നഷ്ടമാണ്. നേതാവും ഞങ്ങളുടെയൊക്കെ മാർഗദർശിയുമായ ഗ്രേസി ടീച്ചർ അവരുടെ നിര്യാണത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിലും നമ്മുടെ നിയോജകമണ്ഡലത്തിലും രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വ്യക്തിത്വത്തിൽ പുനരവതരിപ്പിച്ച സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ നേതാവായിരുന്നു ഗ്രേസി ടീച്ചർ. പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ എന്നേക്കുമായി നമ്മിൽ നിന്ന് നമ്മുടെ ദൃശ്യകണ്ണുകൾക്ക് മറഞ്ഞെന്ന വഴിയിലും
എന്നിവിടെ പ്രാർത്ഥനയിലും പാട്ടിലൊക്കെ നിങ്ങൾ കേട്ടത് പോയിരിക്കുന്നത് വലിയൊരു സ്ഥലത്തേക്കാണ് ദൈവസന്നിധിയിലേക്ക്. ഒരു മനുഷ്യനറിയാതെ സഹായിക്കാൻ കഴിയുന്ന ഞങ്ങളെല്ലാം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 3 വർഷക്കാലമായിട്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് അടുത്തറിയാവുന്ന ഒരു നേതാവായിരുന്നു. ഞാനിതിൽ മുമ്പ് പല പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ടീച്ചറിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. എനിക്ക് അസംബ്ലി ആയതുകൊണ്ട് ശവസംസ്കാര ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ അസംബ്ലി തീർന്ന അടുത്ത ദിവസം തന്നെ ഇവിടെ വരാനും ദുഃഖിതരായ കുടുംബാംഗങ്ങളോട് എന്നെ അനുശോചനം അറിയിക്കാനും എത്തിയിട്ടുള്ളത്. ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ കുടുംബശ്രീ ചെയർപേഴ്സൺ, നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വനിതകളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള നിരവധി സംഘടനകളിലും കോൺഗ്രസിന്റെ വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഗ്രേസി ടീച്ചർ ബൃഹത്തായ ശിഷ്യസമ്പത്തിന്റെയും സൗഹൃദ സമ്പത്തിന്റെയും ഉടമയായിരുന്നു. റിട്ടയർഡ് അധ്യാപകനായ പി ചാക്കോയാണ് ഭർത്താവ്. പത്തനാപുരം പുതുവൽ മല്ലേലിൽ കുടുംബാംഗമാണ്. ഡോക്ടർ ഡെയിൻ, ഡോക്ടർ ഡാലിൻ, ഡോക്ടർ ഡാർവിൻ എന്നിവർ മക്കളാണ്. ആധ്യാത്മിക രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങളാണ് സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. സാമൂഹ്യ രംഗത്ത് വ്യത്യസ്ത മേഖലയിൽ ടീച്ചർ നൽകിയ സേവനത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുശോചന സന്ദേശത്തിൽ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള ആർട്ടിസാൻസ് യൂണിയൻ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാറ മണൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാറ മണൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ഗ്രാറ്റുവിറ്റി പുനഃസ്ഥാപിക്കുക, അസംഘടിത തൊഴിലാളികളെ ESC പരിധിയിൽ കൊണ്ടുവരിക, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കല്ലുംകടവിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം M മീരാപിള്ള ഉദ്ഘാടനം ചെയ്തു. കാശി കോർപ്പറേഷൻ കാപെക്സും 1.5 വർഷം 2 ഓണക്കാലഘട്ടത്തിൽ തുറന്നതേയില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അതിന് മാറ്റമുണ്ടാക്കാൻ തീരുമാനിച്ച് 30,000-ഓളം വരുന്ന 18,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് 200 ദിവസം പണി കൊടുക്കുവാൻ സാധിക്കത്തക്ക രീതിയിൽ അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും തീരുമാനിച്ച് നടപ്പിലാക്കാൻ തയ്യാറായി. അതുപോലെ തന്നെയാണ് കൈത്തറി മേഖല. പരമ്പരാഗത വ്യവസായത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ തൊഴിൽ ചെയ്ത് എടുക്കുന്ന ഉൽപ്പന്നമാണ്. ആധുനിക കാലഘട്ടത്തിൽ വിവിധ ടെക്സ്റ്റൈൽ മില്ലുകളിൽ നിന്നിറങ്ങുന്ന സാധനത്തിന് അത്രയും പെട്ടെന്ന് അവർക്ക് ഇറക്കുമതി ചെയ്യുവാൻ സാധിക്കത്തില്ല. അവർക്ക് ആധുനിക ഉപകരണങ്ങളുടെ സങ്കേതമില്ല. സ്വാഭാവികമായിട്ട് അവരുടെ സ്വന്തം കൈകൊണ്ട് നെയ്തെടുക്കുന്ന സാധനത്തിന് ലേബർ ചാർജ് കൂടും. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി മാത്രം വിൽക്കാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് കൈത്തറി. കാരണം മറ്റ് ആധുനിക മില്ലുകളിൽ നിന്ന് 10,000 മീറ്റർ തുണികൾ ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ച് ഒരു ഭാഗത്ത് നിറക്കുമ്പോൾ ഇതിലെ തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിന്റെ സാധ്യത 10,000-2,000 മീറ്റർ തൊഴിലാളികൾ മാത്രമേ ഒരു ദിവസം 10-40 തൊഴിലാളികൾ പണിയെടുത്താൻ ഇറക്കാൻ സാധിക്കൂ. ആർട്ടിസാൻസ് യൂണിയൻ പത്തനാപുരം ഏരിയ പ്രസിഡന്റ് D വേണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആർട്ടിസാൻസ് ജില്ലാ പ്രസിഡന്റ് ശക്തിധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി AK അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B അശോകൻ, K സോമരാജൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി RL വിഷ്ണുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. 5 സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ്
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. വിമുക്ത ഭടന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി. പാതിരിക്കൽ സ്വദേശി ചെല്ലപ്പൻ നായരുടെ SBI അക്കൗണ്ടിൽ നിന്നുമാണ് 42,000 രൂപ നഷ്ടമായി. റിട്ടയർഡ് സൈനികന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി. പാതിരിക്കൽ ബിന്ദു നിവാസിൽ VK ചെല്ലപ്പൻ നായരുടെ അക്കൗണ്ടിൽ നിന്നുമാണ് പണം നഷ്ടമായത്. കഴിഞ്ഞ ദിവസം രാവിലെ ഫോണിൽ വിളിക്കുകയും ആധാർ നമ്പരും OTP നമ്പറും ചോദിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ചെല്ലപ്പൻ നായരുടെ ഭാര്യ ശിവാനന്ദ വല്ലിയമ്മ വിവരങ്ങൾ പറഞ്ഞുകൊടുത്തു. മെനഞ്ഞാണല്ലോ എന്നെ വിളിക്കുന്നത്. ഒരു 11:30 കാണും. അപ്പോൾ വിളിച്ചിട്ട് പിന്നെ എന്നെ വിളിച്ച് നിങ്ങൾ ശിവാനിയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ യഥാർത്ഥ പേര് ശിവാനന്ദ വല്ലിയമ്മ എന്നാണ്, എൻ്റെ നമ്പറാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ATM ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, പിന്നെ ആധാർ നമ്പർ ഇല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഞാൻ പിന്നെ ആധാർ നമ്പർ നോക്കി എടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പം ഇതുവരെ ഇങ്ങനെ വിളിയുണ്ട്. അപ്പോൾ ആധാർ നമ്പർ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീടും പറയുന്നത് ATM ബ്ലോക്ക്. തുടർന്ന് സംശയം തോന്നിയ ചെല്ലപ്പൻ നായർ ബാങ്കുമായി ബന്ധപ്പെട്ടു. തുടർന്ന് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. 42,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. മുംബൈയിൽ നിന്നുമാണ് ഫോൺ വിളിച്ചത്. പട്ടാളക്കാരനായിരുന്ന ഇദ്ദേഹത്തിന്റെ പെൻഷൻ തുകയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇത് വൈഫ് ചെയ്ത കാര്യം ഞാൻ വന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ ഹിന്ദിയിലെ സംസാരിച്ച അത് നമുക്ക് സംസാരം കേൾക്കുമ്പം അറിയാം ഹിന്ദിക്കാരനാണ്, മലയാളിയല്ലെന്ന്. പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാനിത് ഔദ്യോഗികമായിട്ട് ഇത് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് നേരത്തെ ബാങ്ക് വഴി തന്നെ. കാരണം ഇതിന് നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ വിമുക്ത ഭടന്മാരെല്ലാം ഈ രേഖകളെല്ലാം ഹാജരാക്കണമെന്ന്. ആധാറും പിന്നെ മറ്റുള്ള വേറെ പാൻ കാർഡും. ഞാനെന്താ ഈ വിവരങ്ങളെല്ലാം യഥാസമയത്ത് തന്നെ ബാങ്ക് വഴി കൊടുത്തതുമാണ്. അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് എനിക്ക് 2 മാസം പെൻഷൻ കിട്ടിയില്ല. പിന്നെ ഇത് അതിൻ്റെ എൻട്രി ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. ആധാർ നമ്പർ നമ്മൾ കൊടുത്ത് ബാങ്കുകാർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്യാൻ പോയതാണ്. ഈ ആധാർ നമ്പർ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ആണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഈ ബാങ്കിൽ പോയി. അപ്പോഴേ നോക്കി അപ്പോൾ എനിക്ക് എമൗണ്ട് എന്താ കുറവ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറവ് ചെയ്യാൻ, അതുകൊണ്ട് കുറവ് ചെയ്യാൻ ഇതുകൊണ്ട് തരാൻ മെഷീൻ കേടാന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും അക്കാരോട് പറയാം. അവർ പിന്നെ നോക്കിച്ച് പറഞ്ഞു ഇത്രയും 42 കിടക്കുന്നത്. എന്നാൽ നിരന്തരം ഇടപാടുകാർക്ക് പണം നഷ്ടമാകുന്നതിനെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും പണം നഷ്ടപ്പെട്ടതിൽ ബാങ്കിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് പത്തനാപുരം SBI ബ്രാഞ്ച് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ സ്കൂളുകൾ പ്രവേശനോത്സവത്തിനായി വരും. നഗരസഭാതല പ്രവേശനോത്സവം നെല്ലിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് മിക്ക സ്കൂളുകളും വിഭാവനം ചെയ്തിരിക്കുന്നത്. പുനലൂർ നഗരസഭാതല പ്രവേശനോത്സവം ഇത്തവണ നെല്ലിപ്പള്ളി സർക്കാർ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് പറഞ്ഞു. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി പുനലൂർ നഗരസഭയിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും
പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. പൊതുവായ പ്രവേശനോത്സവം നെല്ലിപ്പള്ളി LPSൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിന് നഗരസഭാ ഭരണസമിതി മുൻതൂക്കം നൽകുന്നുണ്ടെന്നും സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നഗരസഭ ഒരുക്കി നൽകുന്നുണ്ടെന്നും സാബു അലക്സ് കൂട്ടിച്ചേർത്തു. സ്കൂൾ ആവശ്യപ്പെട്ട എല്ലാ അടിസ്ഥാന വികസന സൗകര്യവും ഒരുക്കാൻ പുനലൂർ നഗരസഭ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക സ്കൂളുകളിലും അടിസ്ഥാന വികസന സൗകര്യത്തിന് വേണ്ടി പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു. അവരാവശ്യപ്പെട്ടതനുസരിച്ച് ബെഞ്ചുകളും ഡെസ്കുകളും മേശ കസേര അതിനകത്ത് ലൈബ്രറിക്ക് ആവശ്യമായത് സ്കൂൾ ആവശ്യപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളിലും പുനലൂർ നഗരസഭ ഇതുവരെ ചെയ്തു കൊടുത്തിരിക്കുന്നു. ഈ വർഷവും പുനലൂർ നഗരസഭ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 9കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 61കാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ഇളമാട് AKG ജംഗ്ഷനിൽ ആനന്ദ സദനത്തിൽ രാധാകൃഷ്ണൻ. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രം റവന്യൂ വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കി. ക്ഷേത്രം പൊളിച്ചത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന്. വിമുക്ത ഭടന്റെ അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി. പാതിരിക്കൽ സ്വദേശി ചെല്ലപ്പൻ നായരുടെ SBI അക്കൌണ്ടിൽ നിന്നും നഷ്ടമായത് 42,000 രൂപ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക.